Sjsewmagic ന്റെ പേര് ഷാര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്കേർട്ട് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെയിൻ ഫാബ്രിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ സിൽക്കി ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഇതൊരു 5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്രേപ്പിന്റെ ആ സെയിം കളർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതൊരു 3 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്കേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആകെ 2 മെഷർമെന്റ്സേ ആവശ്യമുള്ളൂ. ഒന്ന് നമ്മുടെ വേസ്റ്റ് റേഡിയസ്, പിന്നെ ഉള്ളത് നമ്മുടെ ഫുൾ ലെങ്ത്, നമുക്ക് എത്രയാണോ സ്കേർട്ടിന് ലെങ്ത് വേണ്ടത് അത്. വേസ്റ്റ് റേഡിയസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം. നമ്മൾ വേസ്റ്റ് റേഡിയസ് എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റിന്റെ അല്ല ഹിപ്പിന്റെ റൗണ്ട് ആദ്യം മെഷർ ചെയ്യുക, ഹിപ്പ് റൗണ്ട് ആദ്യം മെഷർ ചെയ്യുക. എന്നിട്ട് അത് എത്രയുണ്ടോ അത് +2 ചെയ്യാം. എനിക്കിവിടെ 36 ആണ് കിട്ടിയത്. അതിന്റെ കൂടെ ഞാൻ 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 38 കിട്ടിയിട്ടുണ്ട്. അതിനെ ഡിവൈഡഡ് ബൈ 6.28 ചെയ്യാം. ഈ 6.28 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. അത് എല്ലാവർക്കും സെയിം ആണ്, വ്യത്യാസം ഒന്നും വരുത്തേണ്ടതില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 6 ആണ്. ഇതാണ് എന്റെ വേസ്റ്റ് റേഡിയസ്, അതായത് ഞാൻ മാർക്ക് ചെയ്യേണ്ട എന്റെ വേസ്റ്റ് റേഡിയസ് 6 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കേർട്ടിന്റെ ഫുൾ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ നമ്മുടെ സ്കേർട്ടിന് ലെങ്ത് വേണ്ടത് അതൊന്ന് മെഷർ ചെയ്തെടുക്കുക. എനിക്കിവിടെ വേണ്ടത് 40 ആണ്. എന്റെ സ്കേർട്ടിന്റെ ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടത് 40 ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഫ്ലെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമാണ്. നമ്മുടെ ബെൽറ്റ് വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം, നമ്മുടെ ഫുൾ ലെങ്ത് എത്ര നമുക്ക് വേണോ, വേസ്റ്റ് തൊട്ട് ഫീറ്റ് വരെ എത്ര വേണോ അത് മെഷർ ചെയ്തെടുക്കുക. എനിക്കിവിടെ 40 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബെൽറ്റ് എത്രയാണോ, എത്ര വീതിയിലാണോ ബെൽറ്റ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെഷർമെന്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. എനിക്കിവിടെ 2 ഇഞ്ചസിലാണ് ഞാൻ ബെൽറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 40 - 2 ചെയ്യുക. അപ്പോൾ 38 കിട്ടും. എന്നിട്ട് അതിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 39 ഇഞ്ചസ് നമ്മുടെ ടോട്ടൽ ലെങ്ത്, നമുക്ക് ഫ്ലെയറിന് വേണ്ടി മാത്രമുള്ള ടോട്ടൽ ലെങ്ത് കിട്ടും. ഈ 2 മെഷർമെന്റ്സും കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അംബ്രല്ല സ്കേർട്ട് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇത്രയും നീളമുള്ള ഫാബ്രിക് മടക്കി വരച്ച് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കാൻ, ഈ ക്യാമറയിൽ കാണിക്കാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പേപ്പറിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, പേപ്പറിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കണ്ടാൽ കൂടുതലും മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാനിവിടെ വിരിച്ചിട്ടുള്ള ഈ ഒരു പീസ് ഓഫ് ചാർട്ട് പേപ്പർ, ഇതാണ് നമ്മുടെ 5 മീറ്റർ നീളമുള്ള നമ്മുടെ മെയിൻ ഫാബ്രിക്. ഇത് ആദ്യം ഒരു പ്രാവശ്യം മടക്കുക, എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം മടക്കുക. അപ്പൊ നമുക്കൊരു 4 ഫോൾഡഡ് ആയിട്ടുള്ള പീസ് ഓഫ് ക്ലോത്ത് കിട്ടും. ഇതിലാണ് നമുക്ക് നമ്മുടെ മാർക്കിങ്സ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വേസ്റ്റ് റേഡിയസ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഫോൾഡഡ് ആയിട്ടുള്ള കോർണറിൽ നിന്ന് വേണം നമുക്ക് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ വേസ്റ്റ് റേഡിയസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 6 ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൾഡഡ് കോർണറിൽ ടേപ്പ് വെച്ചിട്ട് റൗണ്ടില് നമ്മുടെ ഈ 6 എന്നുള്ള ആ ഒരു മാർക്കിംഗ് മാർക്ക് ചെയ്ത് പോവുക. ഇതുപോലെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 1 ഇഞ്ചിലാണ്. നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ 6 ഇഞ്ചസിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് ആ മാർക്കിങ്സ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെയറിന് വേണ്ട ഫുൾ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 39 ഇഞ്ചസ് ആണ്. 39 എന്നുള്ളത് നമുക്ക് വേണ്ടത് ഈ 6ന്റെ താഴേക്കാണ് 39 വേണ്ടത്. അപ്പൊ നമ്മൾ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 6ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള മെഷർമെന്റ് വേണം അവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ 45 ഇഞ്ചസ് വേണം ഈ കോർണറിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് 39 ഇഞ്ചസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണറിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 45 ഇഞ്ചസിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോ നമുക്കൊരു പ്രശ്നം വന്നേക്കാം. അതായത് നമ്മൾ ഇങ്ങനെ ആ ഒരു 6 എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമുക്ക് 39 ഇഞ്ചസ് കിട്ടാതെ വരാം. അതായത് നമ്മൾ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ 45 ഇഞ്ചസ് ലെങ്ത് നമുക്ക് കിട്ടാതെ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചേർപ്പ് വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കോർണറിൽ ഒരു ചേർപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ എനിക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തപ്പോഴും ആ ഒരു 45 ഇഞ്ചസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ചേർപ്പൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പേപ്പറിലും കാണിച്ചിട്ടുണ്ട്. ഈ സെയിം മെഷർമെന്റിൽ തന്നെ ഞാൻ ക്ലോത്തിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. 6 ഇഞ്ചസ് വേസ്റ്റ് റേഡിയസും അതുപോലെ തന്നെ 39 ഇഞ്ചസ്
ഫുൾ ലെങ്ത്തും കൊടുത്തിട്ട് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ കോർണറിലായിട്ട് കറക്റ്റ് നമുക്ക് 39 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർപ്പ് വെക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇതാ പേപ്പറിലും അതുപോലെ തന്നെ ക്ലോത്തിലും നമ്മൾ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നിവർത്തി കഴിയുമ്പോൾ എങ്ങനെ കിട്ടും എന്നുള്ളത് പേപ്പറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നിവർത്തി കഴിയുമ്പോൾ നമുക്ക് 2 സെമി സർക്കിൾ കിട്ടും. അതായത് ഈ 2 സർക്കിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്ലെയർ കിട്ടും, ഒരു സർക്കിൾ കിട്ടും. അതായത് ഫുൾ ഫ്ലെയറിൽ നമുക്ക് ഈ ഒരു അംബ്രല്ല സ്കേർട്ട് കിട്ടും. നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മെയിൻ ഫാബ്രിക് മടക്കിയിട്ടതുപോലെ തന്നെ 4 ആക്കിയിട്ട് നമ്മുടെ 3 മീറ്ററുള്ള ക്രേപ്പിന്റെ ലൈനിങ് ഫാബ്രിക് മടക്കിയിടുക. 4 ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ നേരത്തെ 6 എത്രയാണോ വേസ്റ്റ് റേഡിയസ് എടുത്തത് ആ സെയിം മെഷർമെന്റ്, അതായത് 6 നമ്മൾ നേരത്തെ പേപ്പറിൽ മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചതുപോലെ തന്നെ 6 എന്നുള്ള ഒരു റേഡിയസിൽ ഇവിടെ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് റേഡിയസ് മാർക്ക് ചെയ്ത് അവിടുന്ന് മാക്സിമം ലെങ്ത് കിട്ടുന്ന സൈഡ് ഏതാന്ന് നോക്കുക. ഒരു സൈഡിൽ ലെങ്ത് കുറവേ കിട്ടുള്ളൂ, ഒരു സൈഡിൽ കൂടുതലായിരിക്കും. ആ കൂടുതൽ കിട്ടുന്ന ആ ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ മാക്സിമം ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കുക. എനിക്കിവിടെ 41 ആണ് കിട്ടുന്നത്. നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ 45 കിട്ടിയിരുന്നു, ഇവിടെ നമുക്ക് 41 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 41 എന്നുള്ള ആ ഒരു മെഷർമെന്റ് കോർണറിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പോവുക. എവിടം വരെ നമുക്ക് ആ 41 മാർക്ക് ചെയ്യാൻ പറ്റുന്ന അവിടം വരെ മാർക്ക് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഫ്ലെയറിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈനിങ്ങിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 41 ആണ്. അത് മതിയാവും, കാരണം നമുക്ക് മെയിൻ ഫാബ്രിക്കിന് നമ്മൾ 45 ഇഞ്ചസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് കയറിയിട്ടാണല്ലോ ലൈനിങ്ങിന്റെ ഫാബ്രിക് നിൽക്കുക. അപ്പൊ നമുക്ക് എത്രയാണോ മാക്സിമം കിട്ടുക അത്രയും എടുത്താൽ മതിയാവും ലൈനിങ്ങിന്റെ ലെങ്ത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിങ്ങിന്റെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ വേസ്റ്റിന്റെ ആ പോർഷനിൽ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ 2 സെമി സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു 2 പീസിന്റെയും ഇതുപോലെ തന്നെ ആ വേസ്റ്റിന്റെ പോർഷനിൽ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ 2 പീസിന്റെയും വേസ്റ്റ് പോർഷൻ നമ്മൾ ഇവിടെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസും ജോയിൻ ചെയ്ത് കൊടുക്കണം, സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല വശത്തോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒരു ഇഞ്ച് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും എല്ലാം ഒരുമിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് താഴേക്ക് മെയിൻ ഫാബ്രിക് 2ഉം കൂട്ടി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് നമ്മുടെ ലൈനിങ് ഫാബ്രിക് 2ഉം ജോയിൻ ചെയ്ത് വേറെ സ്റ്റിച്ച് ചെയ്യുക. ഇത് 2ഉം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറക്കരുത്, കാരണം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തിയിൽ കിടക്കില്ല. അപ്പോൾ ഇതുപോലെ ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ മെയിൻ ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങിന്റെ ഫാബ്രിക്കും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് ഇതിന്റെ കൂടെ വെക്കണം നിർബന്ധമൊന്നുമില്ല, മെയിൻ ഫാബ്രിക് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചസ് ആണ് ഇതിന്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത് നിങ്ങളുടെ വേസ്റ്റ് റേഡിയസ് എടുത്ത് വെച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് അത് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, നിങ്ങളുടെ വേസ്റ്റ് മെഷർ ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതേ പ്ലസ് ഒരു 1 സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ലെങ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല വശം ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് അറ്റം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് നമ്മുടെ ബെൽറ്റ് സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കേർട്ടിന്റെ നല്ല വശത്ത് ബെൽറ്റിന്റെ നല്ല വശം ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആ റൗണ്ട് മുഴുവൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബെൽറ്റിന്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കേർട്ടിന്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇതാ അങ്ങനെ ബെൽറ്റിന്റെ ഒരു സൈഡ് സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെൽറ്റിന്റെ പോർഷൻ അകത്തേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് അത് മൊത്തത്തിൽ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യരുത്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഒരു സ്ഥലത്ത് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് അതിലൂടെ നമ്മുടെ ഇലാസ്റ്റിക് കടത്താനുള്ളതാണ്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൂടെ നമ്മുടെ ഇലാസ്റ്റിക് കടത്താം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചസ് വീതിയുള്ള ഇലാസ്റ്റിക് ആണ്. ഇതിന്റെ നീളം ഞാൻ എടുത്തിട്ടുള്ളത് 26 ഇഞ്ചസ് ആണ് കേട്ടോ. നീളം നിങ്ങൾ നിങ്ങളുടെ ഇലാസ്റ്റിക് എങ്ങനെയുള്ളതാണോ, ഒരുപാട് വലിയുന്ന ഇലാസ്റ്റിക് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇലാസ്റ്റിക് നമ്മുടെ ബെൽറ്റിന്റെ അകത്തൂടെ ഇതുപോലെ കടത്തുക. അതിനുശേഷം ഈ ഇലാസ്റ്റിക്കിന്റെ 2 അറ്റം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 5-6 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സീം അലവൻസ് വരുന്ന ആ ഒരു പോർഷൻ ഒന്നും കൂടി ഒന്ന് പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ബെൽറ്റിന്റെ ആ ഒരു പോർഷനിലായിട്ട് ആ ഒരു ഭാഗം പൊങ്ങിയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അതൊരു ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിനെല്ലാം ശേഷം ഈ ഇലാസ്റ്റിക് മുഴുവനായിട്ട് അകത്തേക്ക് ആക്കി കൊടുത്തിട്ട് ആ ഒരു ബാലൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പോർഷൻ അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്കേർട്ട് ഇവിടെ ഏതാണ്ട് റെഡിയാണ്. ഇനി നമുക്ക് ഒരേ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ. നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് ഫാബ്രിക്കിന്റെ വന്നിട്ട് നമ്മുടെ താഴ്ഭാഗം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെയിൻ ഫാബ്രിക്കിന്റെ താഴ്ഭാഗം ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ റോൾഡ് ഹെം ആണ് ചെയ്ത് കൊടുക്കുന്നത്. കാണുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ടഫാണെന്ന് തോന്നുമെങ്കിലും ഈ അംബ്രല്ല സ്കേർട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. വീട്ടിൽ ഉപയോഗിക്കാത്ത സാരി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ ഫ്ലെയറിൽ അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.